CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ED. വീണ ടി അടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കും. വീണ ടിയുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട ലോക്കർ എപ്പോൾ തുറന്നു പരിശോധിക്കണമെന്നതിലും ED ഉടൻ തീരുമാനമെടുക്കും. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് CMRL. സജോ ദേവസ്യ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് കോടതി പച്ചക്കൊടി കാട്ടിയതോടുകൂടി EDയുടെ ഭാഗത്ത് ഏതു തരത്തിലുള്ള തുടർ നടപടികൾ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കണം? വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുമോ സജോ ദേവസ്യ? റിജിത്ത്, അതായത് എക്സാലോജിക് CMRL ദുരൂഹ സാമ്പത്തിക ഇടപാട് കേസിൽ EDയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ തടസ്സങ്ങളൊന്നും ഇപ്പോൾ മുന്നിലില്ല. അതായത് ആദ്യഘട്ടത്തിൽ റെയ്ഡ് പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താൻ കഴിയും. മറ്റ് നടപടികളിലേക്കും കടക്കാം. അതായത് EDയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ നേരിടുന്നില്ല. റെയ്ഡ് അല്ലെങ്കിൽ തന്നെയും ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധന, ലോക്കറുകളുടെ പരിശോധന എന്നിവയൊക്കെ സാധ്യമാണ്. അത് EDയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പായി ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സമൻസിലേക്ക് കടക്കാം. ഈ കാര്യത്തിലാണ് വളരെ വേഗത്തിൽ ഒരു നടപടിയിലേക്ക് ED പോയേക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വീണ ടിക്ക് സമൻസ് അയക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനിടെ ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി CMRLനെ സംബന്ധിച്ചിടത്തോളം എതിരായി. CMRLന്റെ വാദം ഈ കാര്യത്തിൽ ഒരു വളരെ വേഗത്തിലുള്ള അന്വേഷണം വേണ്ടതില്ല. അതിൽ ED ഏജൻസിയല്ല, SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ED അന്വേഷണം ആവശ്യമില്ല എന്ന് തുടങ്ങി. SFIയുടെ അന്വേഷണം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഏജൻസി അന്വേഷിക്കുന്നുണ്ട്, മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ട എന്ന് തുടങ്ങി. ഇതിൽ കുറ്റകൃത്യമില്ല, ഇതിൽ ഒരു പൊതുപണം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സർവീസ് സേവനങ്ങൾ നൽകുന്ന കാര്യം 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ് എന്ന് തുടങ്ങിയുള്ള വാദങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും. സുപ്രീം കോടതിയിൽ പോയി ഈ നടപടികൾ സ്റ്റേ ചെയ്യുക ആദ്യം, അതിനുശേഷം ഈ അന്വേഷണം വേണ്ട എന്ന് തുടങ്ങിയുള്ള ആവശ്യങ്ങളിലേക്ക്, പ്രയിലേക്ക്, വാദങ്ങളിലേക്ക് പോകാൻ കഴിയും. CMRLനെ സംബന്ധിച്ചിടത്തോളം അവർ സിംഗിൾ ബെഞ്ചിലും പിന്നീട് ഡിവിഷൻ ബെഞ്ചിലും പോയതാണ്. അപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം EDയുടെ ഡയറക്ടർ കൊച്ചിയിലെ ED ഓഫീസിൽ എത്തുകയും ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ഈ കേസിന്റെ അടക്കമുള്ള നടപടികളും ഈ കേസിന്റെ റെയ്ഡിന്റെ പശ്ചാത്തലത്തിലുണ്ടായ സംഘർഷവും ഒക്കെ വിലയിരുത്തുകയും ചെയ്തതാണ്. കൂടുതൽ പരിശോധനകൾ കൂടി നടത്തിയതിനു ശേഷമായിരിക്കും സമൻസിലേക്ക് കടക്കുക. എന്ന് വെച്ചാൽ അതിലെ സാധ്യമായ എല്ലാ വഴികളും തേടിയതിനു ശേഷമായിരിക്കും സമൻസിലേക്ക് പോവുക എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഈ കോടതി വിധി അനുകൂലമായതിന് തൊട്ടു പിന്നാലെ തന്നെ സമൻസിലേക്ക് പോകാമായിരുന്നു. പക്ഷേ അതിന് കുറച്ചുകൂടി സാവകാശം എടുത്തിട്ട് മതി എന്നാണ്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് കേസ് നേരെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനു മുന്നേ സമൻസ് നൽകാൻ കഴിയും. അത് പക്ഷേ നിയമപരമായി പിന്നീട് ആ സമൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഒരു പക്ഷേയുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം പരിശോധിച്ചതിന് ശേഷം വേണമോ സമൻസ് എന്ന കാര്യത്തിലാണ് ED ഒരു വ്യക്തത ഇപ്പോൾ ED കേന്ദ്രങ്ങൾ വരുത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നടപടിക്കുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്നലെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് CMRLന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് CMRL. സജോ ദേവസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.